ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി ഗോകുലം. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്ര എന്ന രാമായണ പഠനത്തിൽ ഇന്നത്തെ കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗത്ത് ശ്രീരാമചന്ദ്രൻ ശൈവചാപം ഉടയ്ക്കുകയും അതിൽ നിന്നും സന്തോഷം കൊണ്ട് മിഥിലാധിപനായ ശീരധ്വജൻ എന്ന് പറയുന്ന രാജാവ് ഈ ശ്രീരാമൻ്റെ അച്ഛനായിട്ടുള്ള ദശരഥനെയും മറ്റു ബന്ധുമിത്രാദികളെയും ക്ഷണിച്ചു വരുത്തുകയാണ്. കാരണം അവർ ആർക്കും ചെയ്യാൻ പറ്റാത്ത അതുല്യമായ ഒരു പ്രകടനം അവിടെ കാഴ്ചവെച്ചു. അതിന് സമ്മാനമായിട്ട് സാക്ഷാൽ സീതാദേവിയെ അവർക്ക് കൊടുക്കണം. പക്ഷെ അങ്ങനെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അവരുടെ മാതാപിതാക്കളുടെ സമ്മതം വേണം, അവരുടെ അനുവാദം വേണം. അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത് കൊടുക്കാൻ പറ്റൂ. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ശ്രീരാമന് ആൾ ഉടച്ച ഉടനെ പിടിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ. കാരണം മര്യാദ പുരുഷോത്തമനായിട്ടാണ് ഇവിടെ ശ്രീരാമനെ ചിത്രീകരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, ആ കാലഘട്ടത്തിൽ അത്രയേറെ മര്യാദ വിട്ടിട്ട് ഒരു പ്രവർത്തനവും ഈ ത്രേതായുഗത്തിൽ നടന്നിട്ടില്ല എന്ന് കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അവിടെ നിന്ന് വരികയും ആ വന്നവരുടെ പാദങ്ങളൊക്കെ തൊട്ട് നമസ്കരിക്കുന്നിടത്താണ് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയിരിക്കുന്നത്. അടുത്ത ഭാഗം നമുക്ക് നോക്കാം എന്താണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത്. ജനകൻ ദശരഥൻ തന്നെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി, 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട. വസിഷ്ഠൻ താനും ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പൊരു മണ്ഡപമതു തീർത്തു, മുത്തുമാലകൾ പുഷ്പഫലങ്ങൾ തൂക്കി, നാനാരത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടി, രത്നമണ്ഡിത സ്വർണപീഠവും വച്ചു ഭക്ത്യാ ശ്രീരാമപാദാംബോജം കഴുകിച്ചനന്തരം ബേരിദുന്ദുഭി മുഖ്യ വാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൽപുത്രിയാം വൈദേഹിയെ രാമനു നൽകിയിടിനാൻ ജനകമഹീന്ദ്രനും. തൊൽപാദതീർത്ഥം നിജശിരസീധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസീധരിക്കുന്നു ഭൂദേശ വിധിമുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഊർമിള തന്നെ വേട്ടു ലക്ഷ്മണകുമാരനും കാമാങ്കിമാരാം ശ്രുതകീർത്തിയും മാണ്ഡവിയും ഭരതശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ട് വസിച്ചാരെല്ലാരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. ഇവിടെ
വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ആഘോഷം നടക്കുകയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മളെല്ലാവരും എഴുത്തച്ഛൻ്റെ രാമായണമാണ് വായിക്കുന്നത്. അപ്പോൾ എഴുത്തച്ഛൻ്റെ രാമായണവും മൂലഗ്രന്ഥമായിട്ടുള്ള വാൽമീകി രാമായണവുമായിട്ട് ഈ ഭാഗത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം രാമായണം പഠിക്കാൻ. അല്ലെങ്കിൽ വേറെയുള്ളവർ അങ്ങനെയല്ല, ഞാൻ രാമായണത്തിൽ കണ്ടത് ഇങ്ങനെയാണല്ലോ എന്ന് പറയുമ്പോൾ രണ്ടും രണ്ടാണ് എന്നുള്ള കാര്യം നമ്മളെങ്കിലും മനസ്സിലാക്കിയെടുക്കണം. ഇവിടെ ഈ ഈ ജനകൻ്റെ നിർദ്ദേശപ്രകാരം എത്തിച്ചേർന്ന അവർക്ക് എല്ലാവിധത്തിലുള്ള സ്വീകരണവും നൽകി. അവരെ ആ രാജകവാടത്തിൽ വെച്ച് തന്നെ ജനകനും മന്ത്രിമാരും ഗുരുവും എന്ന് വെച്ചാൽ അടുത്ത പുരോഹിതൻ സദാനന്ദനാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സുധാമൻ എന്ന് പറയുന്ന ആളാണ് പ്രധാനമന്ത്രിയായിട്ടുള്ളത്. അപ്പോൾ സുധാമനും എല്ലാവരും കൂടി അവരെ സ്വീകരിച്ചു കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് താമസിക്കാനുള്ള ഓരോ സ്ഥലങ്ങൾ ഏർപ്പെടുത്തി. അതാണല്ലോ അവർക്ക് വേണ്ടുന്ന കുശലാന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തിയതിന് ശേഷം അവരെ കാല് കഴിച്ച് സ്വീകരിച്ചു, അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി. വിഷയത്തിലേക്ക് വന്നിട്ടില്ല. കല്യാണം കഴിക്കേണ്ട കാര്യം അവർക്ക് പത്രം അയച്ചിട്ടുണ്ട്, അത് അവർ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് അവർ വന്നിട്ടുള്ളത്. എന്നാലും നേരിട്ടുള്ള സംഭാഷണത്തിലേക്ക് കടന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവർക്ക്, കാരണം യാത്രാക്ഷീണം ഉണ്ടാവും, യാത്രാക്ഷീണം തീർക്കണം. ദൂരത്തുനിന്നൊരു ബന്ധുക്കൾ നമ്മുടെ അടുത്തേക്ക് വരുന്നു, അല്ല നമുക്ക് വളരെ വേണ്ടപ്പെട്ടവർ നമ്മളുടെ അരികിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് വേണ്ടുന്നത് ഭക്ഷണവും പാനീയവും ഒക്കെ കൊടുത്ത് അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്ത് മറ്റു വിഷയത്തിലേക്ക് ഡയറക്റ്റ് കടക്കരുത് എന്നർത്ഥം. അപ്പോൾ എല്ലാ കാര്യങ്ങളും സജ്ജമാക്കി. അതിനുശേഷം ഇദ്ദേഹം ചെയ്തെന്താണെന്ന് പറയുക, ശീലധ്വജൻ എന്ന് പറയുന്ന സീതയുടെ പിതാവായിട്ട് ജനകൻ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, വാൽമീകി രാമായണത്തിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ അദ്ദേഹത്തിനൊരു അനുജനുണ്ട്, കുശധ്വജൻ എന്നാണ് പേര്. സാങ്കാശ്യപട്ടണം എന്ന് പറയുന്ന സ്ഥലത്തെ രാജാവാണ്. അപ്പോൾ സാങ്കാശ്യപട്ടണത്തിലാണ് അദ്ദേഹം ഉള്ളത്. ആ സാങ്കാശ്യപട്ടണത്തിലുള്ള ഒരു രാജാവ് ഈ പറയുന്ന ജനകപുരിയെ മിഥിലയെ ആക്രമിച്ച് യുദ്ധം ചെയ്തു. യുദ്ധത്തിനോട് അത് അതിശക്തനായിട്ടുള്ളൊരു രാജാവായിരുന്നു സാങ്കാശ്യപട്ടണത്തിലുള്ളത്. ആ രാജാവിനെ ഈ പറയുന്ന ജനകൻ വധിച്ചു. അപ്പോൾ രാജാവ് കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ ആ രാജ്യം ഇവർക്ക് അധീനതയിലാണ്. അവിടെയാണ് ഈ പറയുന്ന കുശധ്വജൻ എന്ന് പറയുന്ന സഹോദരനെ പിടിച്ച് രാജാവാക്കിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടെയുള്ളത് തൻ്റെ മന്ത്രിയായിട്ടുള്ള സുധാമനോട് അവരെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഈ കാര്യങ്ങളെല്ലാം അറിയിക്കേണ്ടതുണ്ടല്ലോ, കാരണം കുടുംബത്തിൽ എല്ലാവരും കൂടി തീരുമാനം എടുക്കേണ്ടതല്ലേ. അങ്ങനെ അവിടെ നിന്ന് കുശധ്വജനെ കൂട്ടിക്കൊണ്ടുവരുന്നു. അങ്ങനെ കുശധ്വജനും അവിടെ എത്തി. അതിനുശേഷം ഇവർ ജ്യേഷ്ഠാനുജന്മാരെല്ലാം കൂടി ഒരു ചർച്ച, അങ്ങനെയുണ്ടല്ലോ, നമ്മുടെ കുടുംബത്തിൽ ആദ്യം നമ്മളൊരു ചർച്ച നടത്തും. അതിനുശേഷമാണ് അവർ മറ്റുള്ള അതിഥികളായിട്ട് ചർച്ച ചെയ്യുക. അപ്പോൾ അവർ ആ രാത്രി തന്നെ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്ത് എന്താണ് വേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ കുറിച്ച് കൃത്യമായ ചർച്ച നടത്തി. അപ്പോൾ അങ്ങനെ ആ ചർച്ച കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് എന്തായി, ഈ പറയുന്ന ദശരഥനും മറ്റുള്ളവരൊക്കെ തന്നെ, അതുപോലെ തന്നെ ദശരഥൻ്റെ ഭാര്യയുടെ സഹോദരനായിട്ട് യുധാജിത്ത്, കൈകേയിയുടെ സഹോദരനായിട്ടുള്ള യുധാജിത്തൊക്കെ എത്തിച്ചേർന്നു അവിടെ. അപ്പോൾ അവരെല്ലാവരും കൂട്ടിച്ചേർത്തിട്ട് അവിടെ നിന്ന് സംഭാഷണത്തിൽ ഏർപ്പെട്ടു. ഈ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ഇന്നത്തെ കാലത്തെ പോലെ ആയിരുന്നില്ല പണ്ടത്തെ വെച്ചാൽ അവരുടെ കുലമഹിമ അവർ പറയണം. ഓരോ ആൾക്കാരുടെ കുലത്തെക്കുറിച്ച് എന്താണ് എല്ലാവർക്കും അറിയാമെങ്കിലും ആ കുലത്തെക്കുറിച്ച് അവരുടെ ഓരോ വ്യക്തിത്വങ്ങളും പരിചയപ്പെടുത്തണം. ഇവിടെ ദശരഥൻ ശ്രീരാമചന്ദ്രനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ആ കുലഗുരുവായിട്ടുള്ള വസിഷ്ഠനാണ് തയ്യാറാകുന്നത്. വസിഷ്ഠൻ ഇവരുടെ കുലത്തിൻ്റെ ആരംഭം മരീചി എന്ന് പറയുന്ന സപ്തർഷികളിൽ നിന്നും തുടങ്ങിയിട്ട് ഓരോ പരമ്പരയായിട്ട് ഓരോ വ്യക്തികളെയും പേരെടുത്ത് പറഞ്ഞ് അവരുടെ മകനാണ് ഇവരുടെ മകനാണ് അവൻ, അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ രഘുവാണ്, രഘുവിൻ്റെ മകനാണ് അജൻ, അജൻ്റെ മകനാണ് ദശരഥൻ എന്ന രീതിയിൽ ഇങ്ങനെ പറഞ്ഞു വരുന്നു എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഇവരെല്ലാം പരിചയപ്പെടുത്തിയ ശേഷം മറുഭാഗത്തിൽ ജനകനും അവരുടെ കുടുംബാംഗങ്ങളെയും കുറിച്ച് അവിടെയും വിവരിക്കുന്നു. എല്ലാം പറഞ്ഞു ഇതാക്കിയതിന് ശേഷമാണ് പറയുന്നത്, ഇങ്ങനെ ഈ ഒരു ഇതിൽ ആർക്കും സാധ്യമാകാത്ത ഒരു പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ശൈവചാവും എടുത്തു പൊക്കുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് എടുത്തു പൊക്കുന്ന ആൾക്ക് എൻ്റെ മകളെ വിവാഹം കഴിച്ച് കൊടുക്കാമെന്ന് ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ പുത്രൻ അത് വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവർക്കൊരു അത്ഭുതപ്പെട്ടു പോയി. ഈ ആയുധം എടുത്ത് പൊക്കുന്നത് കണ്ടപ്പോൾ തന്നെ
ആയിരക്കണക്കിന് ചാപവാഹകർ കൊണ്ടുവന്ന സാധനമാണ് നിഷ്പ്രയാസം എടുത്ത് ഉയർത്തിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ദശരഥന് ഒരു അഭിമാനം വന്നു, മാതാപിതാക്കൾക്ക് ഒരു അഭിമാനം വന്നു. അപ്പോൾ അതിന് സന്തോഷമായിട്ട് എൻ്റെ മകളെ കൊടുക്കണമെന്നുണ്ട്, അങ്ങയുടെ സമ്മതമുണ്ടെങ്കിൽ. ഇങ്ങനെയാണ് ഇവിടെ വാൽമീകി രാമായണത്തിൽ പറയുന്നത്. അല്ലാതെ ഇത് കഴിഞ്ഞ ഉടനെ വേഗം കല്യാണം കഴിച്ച് അങ്ങ് പോയി എന്നല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദശരഥന് സന്തോഷമായി. ആ അവസരത്തിൽ വിശ്വാമിത്ര മഹർഷി അവരുടെ സമ്മതം, ജനക രാജാവിൻ്റെ സമ്മതത്തോടു കൂടി മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. ഈ ക്ഷീരധ്വജനെ, സീത എന്ന് പറയുന്ന മകളെ ഉഴുവുചാലിൽ നിന്ന് കിട്ടിയ കഥയൊക്കെ പറഞ്ഞു. ആ ഉഴുവുചാലിൽ നിന്ന് കിട്ടുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ നാരദനിൽ നിന്ന് കേട്ട കഥയായിട്ട് നമ്മൾക്കൂടെ സൂചിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എന്നാൽ എഴുത്തച്ഛൻ്റെ ഇതിൽ നിന്നും രാമായണത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് വാൽമീകി രാമായണത്തിൽ അവിടെ അവരങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ വിശ്വാമിത്രൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സീതയുടെ അനുജത്തിയായിട്ട് ക്ഷീരധ്വജന് ഒരു മകളുണ്ട്. മക്കളില്ലാതെ ദുഃഖിച്ചിരുന്നിട്ട് ഉഴുവ് ചാലിച്ചിട്ട് യാഗഭൂമി ഉഴുതപ്പോഴാണ് സീതാദേവിയെ കിട്ടിയത്. സീതാദേവി വന്നതിന് ശേഷം അവിടെ അത്ഭുതം എന്ന് പറയട്ടെ, ഉർമിള ജനനം കൊണ്ടു. കാരണം ഉർമിള മകളായി ജനിച്ചു. അപ്പോൾ ക്ഷീരധ്വജന് 2 മക്കളാണ്. ഒന്ന് സീതാദേവിയും ഒന്ന് ഊർമിളയും. അപ്പോൾ ഈ 2 മക്കളെയും ഞാൻ ഇവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിൽ വിശ്വാമിത്രൻ പറയുകയാണ്. അപ്പോൾ ആ രീതിയിൽ അവർക്ക് സന്തോഷമായി. അങ്ങനെ ഈ പറയുന്ന സീതാദേവിയെ ശ്രീരാമചന്ദ്രനും ഊർമിളയെ ലക്ഷ്മണനും കൊടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നു. അത് അവരുടെ മാതാപിതാക്കളുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ പോലും ആ കൂട്ടത്തിൽ വിശ്വാമിത്രൻ ഒരു കാര്യം കൂടി എടുത്തു പറയുന്നു. വിശ്വാമിത്രൻ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ 4 മക്കൾ, കാരണം ഇദ്ദേഹത്തിൻ്റെ അനുജന് 2 മക്കളുണ്ട്, കുശധ്വജന്. ആ കുശധ്വജന് 2 മക്കളിലും മൂത്ത ആളുടെ പേര് മാണ്ഡവി എന്നാണ്, രണ്ടാമത്തെ ആളുടെ പേര് ശ്രുതകീർത്തി എന്നാണ്. അപ്പോൾ അവരെയും, കാരണം ഇവർക്കും 4 മക്കളുണ്ടല്ലോ, അപ്പോൾ അവർക്കും കൊടുത്താലോ എന്നൊരു ചിന്ത വരുന്നു. അങ്ങനെ വിശ്വാമിത്രൻ്റെ അഭിപ്രായപ്രകാരം ഈ പറയുന്ന മാണ്ഡവിയെ ഈ പറയുന്ന ഭരതന് കൊടുക്കാനും ശ്രുതകീർത്തിയെ ലക്ഷ്മണന് കൊടുക്കുക, അല്ലെങ്കിൽ ശത്രുഘ്നന് കൊടുക്കാനും തീരുമാനമുണ്ടാകുന്നു. ഇതാണ് ഈ ഒരു ഭാഗത്ത് വാൽമീകി രാമായണത്തിൽ പറയുന്നത്. എന്നാൽ എഴുത്തച്ഛൻ്റെ രാമായണത്തിലേക്ക് പോകുമ്പോൾ അവിടെ മാറുകയാണ് ചെയ്യുന്നത്. അവിടെ ഭരതശത്രുഘ്നന്മാർ പത്നിമാരായിട്ട് ശ്രുതകീർത്തിയെ ഭരതൻ കഴിച്ച ക്രമത്തിലാണ് പറയുന്നത്. അത് തെറ്റാണ്. അത് എഴുത്തച്ഛൻ്റെ രാമായണത്തിലുള്ളതാണ്. വാൽമീകി രാമായണത്തിൽ നേരെ തിരിച്ചാണ്. യഥാർത്ഥത്തിൽ വാൽമീകി രാമായണമാണ് നമ്മൾ വിശ്വാസയോഗ്യമായിട്ട് എടുക്കേണ്ടതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന മാണ്ഡവിയെ വിവാഹം കഴിച്ചത് ഭരതനാണ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏതായാലും നമുക്ക് തുടർന്നുള്ള ഭാഗത്തേക്ക് പോകാം എന്താണെന്നുള്ളത്. മുന്നം നാരദനരുൾ ചെയ്തു കേട്ടിരിപ്പു ഞാൻ എന്നുടെ മകളായ സീതാവൃത്താന്തമെല്ലാം. കേട്ടില്ലേ? ഈ സീതാവൃത്താന്തം, ഈ സീത ആരാണ് എന്താണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈ ജനകൻ അറിഞ്ഞിരിക്കുന്നത്, ക്ഷീരധ്വജൻ അറിഞ്ഞിരിക്കുന്നത് നാരദൻ വന്ന് പറഞ്ഞിട്ടാണ് എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നത്. അപ്പോൾ അതിനുമുമ്പ് ഈ യാഗഭൂമിയിൽ നിന്ന് ഉഴുത് കിട്ടിയപ്പോൾ ഇതാരാണെന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ആ കഥ പറഞ്ഞു കൊടുത്തതാണെന്നാണ് പറഞ്ഞത്. യാഗഭൂദേശം വിശുദ്ധാർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാമധ്യേ കാണായി കന്യാരത്നം. ഇതൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് സീതയെ കിട്ടിയെന്ന്. ജാതയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ സീതയെന്നൊരു നാമം വിളിച്ചേനതുമൂലം പുത്രിയായി വളർത്തും ഞാനിരിക്കും കാലത്തിങ്കലത്ര നാരദനെഴുന്നള്ളിനാനൊരു ദിനം എന്നോടു മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാമവചൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തി കണ്ട നിഗ്രഹത്തിനായി ദേവേന്ദ്ര വിരിഞ്ച രുദ്രാദികൾ അർത്തിക്കയാൽ ഭൂമിയിൽ സൂര്യന്വയെ വന്നവതരിച്ചിതു രാമനായി മായാമർത്യവേഷം പൂണ്ടറിഞ്ഞാലും. നാരദൻ വന്നിട്ട് അന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താണ്? മഹാവിഷ്ണു പങ്ക്തികണ്ഠനായിട്ടുള്ള, അല്ലെങ്കിൽ രാവണനെ വധിക്കാനായിട്ട് ഭൂമിയിൽ അവതാരമെടുക്കുന്നുണ്ട്. അപ്പോൾ ആ നാരായണൻ്റെ ഭാര്യയായിട്ടുള്ള മഹാലക്ഷ്മിയാണ് ഈ സീതാദേവി. അപ്പോൾ ഈ സീതാദേവിയെ
ആ നാരായണനാണ് കൊടുക്കേണ്ടത് എന്ന വിധത്തിൽ നിന്ന് നാരദൻ പറഞ്ഞിട്ടുണ്ട്. മുഴുവൻ ചരിത്രവും പറഞ്ഞിട്ടുണ്ട്. യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതു കാലം യോഗമായ ദേവിയും മാനുഷവേഷത്തോടെ ജാതയായിതു തവ വിസ്മിനി തൽക്കാരണാൽ സാദരം ശ്രീരാമനു കൊടുക്കമടിയാതെ ഇത്തം നാരദനരുൾ ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈകൊണ്ടു ഞാനും. സീതയെ ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവൂ ചേതസി നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി പന്നകവിഭൂഷണൻ തന്നനുഗ്രഹശക്തിയ മൃത്യുശാസന ചാപം മുറിച്ചിടുന്ന ഭുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ ശക്തിയിൽ ഇതിനെന്നു പ്രതിപാലകന്മാരും ഉദ്ധതഭാവമെല്ലാം അകലെ കളഞ്ഞുടൻ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടോരെല്ലാം അത്ഭുത പുരുഷനാം ഉൽപ്പല നേത്രൻ തന്നെ തൊൽപ്രസാദത്താൽ ഇന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പകസമനായ ചിൽ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തിതു ജനകനും. അദ്യ മേ സഫലമായി വന്നു മാനുഷജന്മം ഗദ്യതോയുധ സഹസ്രാദ്യോധരൂപത്തോടും ഗദ്യോധാന്യയെ പിറന്നൊരു നിന്തിരുവടി വിദ്യു സംയുക്തമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. തുൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. തുൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടും സർപ്പഭൂഷണൻ ജഗത്തൊക്കെ സംഹരിക്കുന്നു. തുൽപാദാംബുജകളിതാംബുധാരണം കൊണ്ടും സൽപുമാൻ മഹാബലി സിദ്ധിച്ചേനൈന്ദ്രവദം. തുൽപദാംബുജരജ സൃഷ്ടി കൊണ്ടഹല്യയും കിൽബിഷത്തോടു വേർപെട്ടു നിർമ്മലയായാൾ. നിന്തിരുവടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധവുമകന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നെ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈകൊണ്ടു കൊടുത്തിടിനാൻ മഹാധനം. ഇവിടെ നാരദൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ജനകൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ മിന്നിമറയുകയാണ്. അപ്പോൾ ആ നാരദൻ പറഞ്ഞത് പ്രകാരം സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഇവിടെ ശ്രീരാമചന്ദ്രൻ്റെ രൂപത്തിൽ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള ചിന്ത ഈ ജനകൻ്റെ മനസ്സിൽ ഇങ്ങനെ സന്തോഷം കൊണ്ട് ഇരമ്പിയാർക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ശൈവ ധനുസ് അവിടെ വെച്ചിട്ടുള്ളത്. അത് മറ്റൊരാൾക്ക് മനക്കാൻ കഴിയില്ല എന്ന് ഇദ്ദേഹത്തിന് അറിയാം. കാരണം നാരദൻ പറഞ്ഞിട്ടുണ്ട്. സീതാദേവിയെ നാരായണന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ നാരായണന് അല്ലാതെ മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകത വേണം. അല്ലാതെ എല്ലാവർക്കും വന്നിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ചെയ്തിട്ട് സീതാദേവിയെ മറ്റാർക്കും കൊടുത്തു കഴിഞ്ഞാൽ അത് മഹാപാപമാണ്. ഇത് കൃത്യമായി അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കൊടുക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവരെ പിടിച്ച് അവരെ യോജിപ്പിക്കേണ്ടത്, അതിനുള്ള കൃത്യമായ നടപടിയാണ് ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാക്ഷാൽ നാരായണനാണ് ഇതെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ആ സന്തോഷാധിക്യത്താൽ തൻ്റെ ഇത്രയും കാലമായി ഞാൻ വളർത്തിക്കൊണ്ടുവന്ന സാക്ഷാൽ യോഗമായാദേവിയെ ഇവിടെ ഞാൻ കൊടുക്കുകയാണല്ലോ എന്ന ചിന്തയോടുകൂടി, സാക്ഷാൽ നാരായണൻ തൻ്റെ മുന്നിലുണ്ടല്ലോ എന്ന ചിന്തയോടുകൂടി അദ്ദേഹം ആ നാരായണനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ശ്രേഷ്ഠമായ കർമ്മം ചെയ്തത് ആരായാലും അവരെ നമ്മൾ സ്തുതിക്കണം, അവരെ പുകഴ്ത്തണം. നമ്മളെല്ലാവരും ചെയ്തത് എല്ലാവരുടെയും കുറ്റങ്ങൾ കണ്ടെത്തുക, അത് പറയുക. അതിനാണ് നമ്മൾ സമയം കൂടുതൽ ചെലവഴിക്കുന്നത്. രണ്ടുപേര് ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്നത് മറ്റുള്ളവരുടെ മൂന്നാമതൊരാളുടെ കുറ്റങ്ങളാണ്, അവരുടെ കുറവുകളാണ്, അവരെക്കുറിച്ചുള്ള പരദൂഷണങ്ങളാണ്.
ഇതല്ല വേണ്ടത്. മറിച്ച് നമ്മളെപ്പോഴും നമ്മുടെ മനസ്സ് ശുദ്ധമാകണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള നല്ല നല്ല കാര്യങ്ങൾ പറയുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള എനർജി നിലനിൽക്കും. മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന അവസരത്തിൽ 4 പേര് കേൾക്കത്തക്ക രീതിയിൽ വേണം സ്തുതിക്കാൻ. നല്ല കാര്യങ്ങൾ പറയുമ്പോൾ അതാണ് ഏറ്റവും ശ്രേഷ്ഠം. കുറ്റങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റുള്ളവർ കേൾക്കാത്ത വിധത്തിൽ വളരെ രഹസ്യമായിട്ട് മാത്രം ചെയ്യണമെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ കുറ്റങ്ങൾ ആരെയും കുറ്റപ്പെടുത്തിയിട്ടല്ല പറയുന്നത്, ഇവിടെ എല്ലാം സ്തുതിയാണ്. ഈ രാമായണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സ്തുതികൾ മാത്രമേ പറയാനുണ്ടാവും. അപ്പോൾ ഇവിടെ ആ ശ്രീരാമചന്ദ്രനെ അങ്ങോട്ട് സ്തുതിക്കുകയാണ്. ഓരോ കാലഘട്ടത്തിൽ ശ്രീരാമചന്ദ്രൻ മഹാവിഷ്ണുവായിട്ട് വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ സ്തുതിക്കുകയാണ്. മഹാബലിയുടെ അരികിലേക്ക് വാമനനായി വന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുകയാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സ്തുതിച്ചതിന് ശേഷം ആ വിവാഹം നടക്കുന്ന സമയത്ത് സന്തോഷത്തിൽ ആ സീതാദേവിക്ക്, അതുപോലെ ഉർമിളക്ക്, അതുപോലെ തന്നെ മറ്റു പലരും ഉണ്ടല്ലോ, അവർക്കെല്ലാം തന്നെ സമ്മാനങ്ങൾ കൊടുത്ത് അയക്കുകയാണ്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് തുടർന്നുള്ള വരികളിലൂടെ പറയുന്നത്. കരികൾ 600 10,000 തേരും തുരുകങ്ങളെയും നൽകിയിടിനാൻ 100,000. ഇതൊക്കെ എണ്ണമില്ലാത്തത്രോളം കൊടുക്കുന്നതുകൊണ്ടാണ് ഒരു അതിശോക്തി പോലെ ഇങ്ങനെ പറയും. 100,000 എന്നൊക്കെ പറയുന്നത് ഒരു അതിശോക്തിയാണ്. അപ്പോൾ എണ്ണമില്ലാത്തോളം കൊടുത്തു എന്നാണ് വേണം നമ്മൾ മനസ്സിലാക്കാൻ. 1,00,300 ദാസികളും വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതൂ ബഹുവിധം, മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം, പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ ജനകനും, പ്രീതി കൈകൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. അവിടെയുള്ള എല്ലാ മുനികളും എത്തിച്ചേർന്ന എല്ലാ മാമുനിമാരെയും ഇതെല്ലാവർക്കും കൊടുത്തതിന് ശേഷം അവിടെ എല്ലാവരെയും സ്തുതിക്കുകയും അവരെ വേണ്ട വിധം പരിചരിക്കുകയും അവർക്ക് വേണ്ടുന്ന തരത്തിലുള്ള ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം വാങ്ങിച്ചു എന്നിവിടെ പറയുന്നു. സമ്മാനിച്ചിതു സുമിന്ദ്രാദി മന്ത്രികളെയും സമ്മോദം പൂണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തന്മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു വഴി പോലെ. ഇവിടെയും ചെറിയൊരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയും. എഴുത്തച്ഛൻ്റെ രാമായണവും വാൽമീകി രാമായണവും വായിക്കുന്ന അവസരത്തിൽ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സുമിന്ദ്രാദി മന്ത്രികളെ ഈ പറയുന്ന ജനകൻ സീതയ്ക്ക് സമ്മാനമായിട്ട് കൊടുത്തതാണ്, അല്ലെങ്കിൽ ശ്രീരാമന് സമ്മാനമായിട്ട് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. സുമിന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രിയെ ഈ സീതാദേവിയെ ഇനി ദശരഥൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമല്ലോ, രാമൻ്റെ കൊട്ടാരത്തിലേക്ക് പോകുമല്ലോ. അപ്പോൾ അവർക്ക് കൂട്ടത്തിൽ 300 ദാസികളെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു മന്ത്രിയെ, കുറച്ച് മന്ത്രികളെയും കൊടുത്തു. ഇവരുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ശ്രേഷ്ഠന്മാരായ മന്ത്രിമാരെയും കൊടുത്തു എന്ന് ഈ എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ പറയുന്നു. എന്നാൽ വാൽമീകി രാമായണത്തിൽ അങ്ങനെയല്ല. സുമിന്ദ്രര് വാൽമീകിയുടെ മന്ത്രിയായിട്ട് തന്നെയാണ് 8 മന്ത്രിമാർ, പ്രധാനപ്പെട്ട 8 മന്ത്രിമാരെ കാര്യം പറയുന്നുണ്ട്. അതിലൊരു മന്ത്രിയായിട്ടാണ് സുമിന്ദ്രരെ പറയുന്നത്. ഈ സുമിന്ദ്രരോടും കൂടി ആലോചിച്ചിട്ടാണ് ഈ പറയുന്ന മറ്റു കർമ്മങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി പറയുന്നു. സുമിന്ദ്രൻ എന്ന് പറയുന്നത് 2 മന്ത്രിമാരുണ്ട് എന്ന് പറയുന്നു. ഒന്ന് ഈ പറയുന്ന ജനകൻ്റെ ജനകൻ്റെ ദശരഥൻ്റെ കൊട്ടാരത്തിലുള്ള ദശരഥൻ്റെതായിട്ടുള്ള ഒരു മന്ത്രിയും, ഒന്ന് ഈ പറയുന്ന ജനകൻ കൊടുത്ത ശ്രീരാമൻ്റെ മന്ത്രിയും. ഇങ്ങനെ 2 മന്ത്രിമാർ സുമിന്ദ്രൻ എന്ന പേരിലുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ നിന്നും ഈ സീതാദേവിയെ വിവാഹം കഴിപ്പിച്ച് കൊടുത്ത് അവർ പോകുന്ന അവസരത്തിൽ ഈ സീതാദേവിക്കും അതുപോലെ തന്നെ ഊർമിളക്കും മാണ്ഡവിക്കും ശ്രുതകീർത്തിക്കും ഒരു വിവാഹം കഴിഞ്ഞ് ആ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കഴിയേണ്ടത്, ഏത് വിധത്തിലാണ് അവിടെ ജീവിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള പതിവ്രത ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു എന്നാണ് പറയുന്നത്. എന്ന് പറയുന്നത് എന്താണെന്ന് അറിയുന്നത്, ചില ആൾക്കാർ, എല്ലാവരും അല്ല, ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് നീ അവനെയും കൂട്ടിയിട്ട് ഒരു വീട്, സ്വന്തമായിട്ടൊരു വീടാക്കിയിട്ട് അവിടത്തേക്ക് മാറണം. കാരണം അവിടുത്തെ അച്ഛൻ്റെയും അമ്മയുടെയും തുണി കഴുകി കൊടുക്കലോ അവരെ പരിചരിക്കലോ നിന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഭാവി അവിടെ തന്നെ ആകും. എന്നിട്ട് നീ ഏതെങ്കിലും നല്ലൊരു ജോലിയിൽ കയറണം.
നിങ്ങൾക്ക് രണ്ടാൾക്കും പറ്റുന്ന സ്ഥലത്തേക്ക് എവിടത്തേക്കും മാറിയിട്ട് അവിടെ നിന്ന് ജോലിക്ക് പോകാൻ പറ്റുന്ന സ്ഥലത്തിലേക്ക് വാടകക്കായാലും വേണ്ടില്ല, എത്രയും പെട്ടെന്ന് അത് നിൻ്റെ മിടുക്കാണ് എന്ന വിധത്തിൽ ആ കുടുംബത്തിൽ വിഷം കലർത്താൻ വേണ്ടിയിട്ടാണ് പല ആൾക്കാരും പറഞ്ഞയക്കുന്നത്. എന്നാൽ പണ്ട് അങ്ങനെ ആയിരുന്നില്ല എന്ന് ഇവിടെ വ്യക്തമായിട്ട് പറയുന്നു. കാരണം അവിടെ കൃത്യമായിട്ട് ആ ഭർത്താവിൻ്റെ അരികിലേക്ക് പോകുമ്പോൾ, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടെ ഭർത്താവിൻ്റെ അമ്മയാണ് ഇനി നിൻ്റെ അമ്മ, ഇനി നിനക്ക് ഞാൻ ഇവിടെ അച്ഛനും അമ്മയായിട്ടൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഇനിയുള്ള കാലം ഭർത്താവിൻ്റെ അമ്മ, ഭർത്താവിൻ്റെ സഹോദരന്മാർ, ആ ഭർത്താവിന് അവരാരൊക്കെയാണോ അതുപോലെ നീ അവരെ പരിചരിക്കണം. തനിക്ക് താഴെയുള്ളവർക്ക് അമ്മയെപ്പോലെ നീ പെരുമാറണം. അതുപോലെ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അച്ഛനെ സ്വന്തം അച്ഛനെ പോലെ ഇതാവണം. അവരുടെ വാക്കുകൾ വളരെ അമൃത് പോലെ നീ സ്വീകരിക്കണം. ഇതാണ് പണ്ടുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കുക. ഇന്നും നിരവധി ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ശ്രേഷ്ഠന്മാരായ ആൾക്കാർ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ ശ്രദ്ധിക്കേണ്ടത്, നിനക്ക് അവിടെ ബന്ധുമിത്രാദികളായിട്ട് ഉള്ളതെല്ലാം ഇനി നിൻ്റെ ഭർത്താവിൻ്റെ ബന്ധുമിത്രാദികളാണ് നിൻ്റെ ബന്ധുമിത്രാദികൾ. അവരോടെല്ലാം തന്നെ അവരുടെയൊക്കെ പ്രീതി പിടിച്ചു പറ്റാൻ, സ്നേഹം പിടിച്ചു പറ്റാനുള്ള ശ്രമമായിരിക്കണം നിൻ്റേത്. എല്ലാവരെയും ഒരുപോലെ കണ്ട്, എല്ലാവരെയും സ്നേഹിച്ച്, എല്ലാവരെയും ആദരിച്ച് അവരുടെയൊക്കെ പ്രിയപ്പെട്ടവരായിത്തീരാൻ നീ കഴിയണം, നിനക്ക് കഴിയണം. അതുപോലെ നിൻ്റെ വാക്കുകൊണ്ടോ നിൻ്റെ പ്രവൃത്തി കൊണ്ടോ ഒരാൾക്കും ഒരു വിഷമവും ഉണ്ടാക്കരുത്. നിൻ്റെ പ്രവർത്തനം കണ്ടിട്ട് അല്ലെങ്കിൽ നിൻ്റെ ഈ സ്വഭാവ മഹിമ കണ്ടിട്ട് അവർ നിന്നെ സ്തുതിക്കണം. ആ തലത്തിലേക്ക് നീ വളരണം. ഇത് കൂടാതെ ഭർത്താവിനെ പരിചരിക്കാനുള്ളത്, ദേഷ്യപ്പെട്ട് സംസാരിക്കരുത് ആരോടും എന്ന് തുടങ്ങിയിട്ട് ഭർത്താവ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ. കാരണം അത് പണ്ടത്തെ പതിവ്രതാ ധർമ്മങ്ങൾ പറയുന്ന അവസരത്തിൽ വളരെ പ്രത്യേകമായിരുന്നു. എവിടെയെങ്കിലും കയറി വരുന്ന സമയത്ത്, എവിടെയെങ്കിലും പോയി തിരിച്ച് നമ്മൾ കൊട്ടാരത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള ഒരു പ്രശ്നങ്ങളും എടുത്ത് അവരുടെ മുന്നിലേക്ക് ഇടരുത്. പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും കുടുംബത്തിൽ. ചിലപ്പോൾ അടി നടന്നിട്ടുണ്ടാവും, ബഹളം നടന്നിട്ടുണ്ടാവാം, കള്ളം കയറിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു കയറി വരുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങളെടുത്ത് അവരുടെ മുന്നിൽ അവതരിപ്പിക്കരുത്. കുട്ടികളെ കൊണ്ടുള്ള വിഷമം ഉണ്ടാവില്ലേ, ചിലപ്പോൾ മക്കളായിട്ട് അടിപിടി ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അച്ഛനും അമ്മയായിട്ടുള്ള വാക്കുകളുണ്ടാവും. ഒന്നും അവതരിപ്പിക്കരുത്. അവർ വന്നു കഴിഞ്ഞ് അവർക്ക് അവരുടെ ഉപചാരകർമ്മം എന്ന് വെച്ചാൽ അവർക്ക് കുടിക്കാൻ വെള്ളം കൊടുത്ത് അവരുടെ ആ ക്ഷീണം തീർത്ത് സ്വസ്ഥമായിരിക്കുമ്പോൾ വേണം മറ്റു കാര്യങ്ങളെല്ലാം തന്നെ അവരോട് പറയാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ പറയാത്തത് കൊണ്ടാണ് അവർ കയറി വരുമ്പോൾ നല്ല വേർത്ത് കുളിച്ച് മനസ്സ് ഇങ്ങനെ കലുഷിതമായി വരുമ്പോഴാണ് നമ്മൾ പല പ്രശ്നങ്ങളും എടുത്തിടുന്നത്. അവിടെ കുടുംബ കലഹം ഉണ്ടാകും. അങ്ങനെ പാടില്ല എന്നിവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു, വഴിപോലെ എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചതിന് ശേഷമാണ് അവരെ യാത്രയാക്കുന്നത്. എങ്ങനെ യാത്രയാക്കുന്നത്? ചിന്മയൻ മായാമയനായ രാഘവൻ നിജ നർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദം ഗാനകബേരി തുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ, ശൃംഗകാഹളങ്ങളും മദ്ദളമിടക്കകൾ, ശൃംഗാരരസ പരിപൂർണ വേഷങ്ങളോടും ആന തേർ കുതിര കാലാളായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യമാത്യാദികളോടും വേഗമോടയോധ്യക്കമ്മാറങ്ങു തിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ. സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം. വെൺകൊറ്റക്കുടതഴ വെൺചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴും ആലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കൗസ്തൂരിഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അവൻ നിരവധി സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ സമ്മാനങ്ങളൊക്കെ കൊണ്ട് പോകുന്ന അവസരത്തിൽ അവർ പലതരത്തിലുള്ള വാദ്യമേള ഘോഷങ്ങളോടുകൂടി ആണ് ഇവരെ ആനയിച്ചു കൊണ്ടുപോകുന്നത്. വാദ്യമേളങ്ങളോടുകൂടി കുഴലുകളുണ്ട്, അതുപോലെ തന്നെ കാഹളങ്ങളുണ്ട്, മദ്ദളങ്ങളുണ്ട്, ഇടക്കയുണ്ട്, വീണയുണ്ട്, കുഴലുകളുണ്ട്. ഇതൊക്കെ മുഴക്കിക്കൊണ്ട് ഒരു ആഹ്ലാദത്തോട് സന്തോഷത്തോടു കൂടി ഇവരിങ്ങനെ അവിടെ നിന്ന് പോവുകയാണ്.
ആ യാത്ര അവരെല്ലാവരുടെയും അനുഗ്രഹത്തോട് യാത്ര ചെയ്ത് അങ്ങോട്ട് പോകുന്ന അവസരത്തിലാണ് അവിടെ കുറേ ദുർനിമിത്തങ്ങൾ കാണുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ വാൽമീകി രാമായണത്തിൽ കുറച്ച് മാറ്റം വരുത്തുന്നുണ്ട് ഞാൻ പറഞ്ഞു. ഇവിടെ ചിന്തിക്കേണ്ട വാൽമീകി രാമായണത്തിൽ കുറച്ചുകൂടി വിശദമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് പ്രകാരം പറയുകയാണെങ്കിൽ ഈ മാണ്ഡവിയെ ഭരതൻ വിവാഹം കഴിച്ചതായിട്ട് പറഞ്ഞു. ശ്രുതകീർത്തിയെ ശത്രുഘ്നനും വിവാഹം കഴിച്ചു. അവർ വന്ന ഉടനെ വിവാഹം നടക്കുകയല്ല ചെയ്ത്. അവർ കുറേ കാലം അവിടെ താമസിച്ചിട്ടുണ്ടായിരുന്നു വന്നവർ, കുറച്ച് കാലം. കാരണം ഏറ്റവും നല്ല മുഹൂർത്തത്തിലാണ് അവർ വിവാഹം കഴിച്ചത്. ആ മുഹൂർത്തത്തിന് വെച്ചാൽ ഉത്രം നക്ഷത്രത്തിലാണ് വിവാഹം നടന്നത്. കാരണം ഉത്രം നക്ഷത്രം എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പുണ്യമായ ഒരു കർമ്മമാണ് എന്നർത്ഥം. ഈ ഉത്ര നക്ഷത്രത്തെക്കുറിച്ച് തന്നെ യുദ്ധകാണ്ഡത്തിൽ പറയുന്നുണ്ട്. കാരണം ഉത്രം നക്ഷത്രം ഏറ്റവും വിജയപ്രദം എന്ന വിധത്തിലാണ് പറയുന്നത്. ഈ യുദ്ധം ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഈ വാനരന്മാരും എല്ലാവരും കൂടി യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്നുണ്ടല്ലോ, ആ സമയത്ത് പറയുന്നത് ഉത്തര നക്ഷത്രമാണ്, ഇപ്പോൾ പുറപ്പെട്ടാൽ നമുക്ക് കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടത്തും എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ കല്യാണം നടക്കുന്നതും ഇവരുടെ ഈ കല്യാണത്തിൽ ഇവരെ വധുവരന്മാരുടെ കൈകൾ പിടിച്ചു കൊടുത്ത് അനുഗ്രഹം കൊടുക്കുന്നതും ഇത്തരത്തിൽ ഉത്രം നക്ഷത്രത്തിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മളെന്താ ചിന്തിക്കേണ്ടത് വെച്ചാൽ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ രാമായണത്തിൽ ആ കാര്യം നമുക്ക് മാതൃകയാക്കാം. അന്ന് നമുക്ക് വളരെ നല്ലതായിരിക്കും ഉത്രം നക്ഷത്രം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആ 8 മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ആ 8 മന്ത്രിമാരുടെ പേരുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലാണ് അവർ അവിടെ നിന്ന് വിവാഹവും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഈ വിവാഹ മംഗളങ്ങൾ നടക്കുന്ന അവസരത്തിൽ ഈ പറയുന്ന വൈഷ്ണവ ശാപത്തിൻ്റെ കഥയും കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വിവരിച്ച് കൊടുക്കുന്നുണ്ട്. ഇതെങ്ങനെയാണ് ഇത് ഈ വൈഷ്ണവശാപമല്ല ശൈവശാപം, ഈ ശൈവശാപം എങ്ങനെയാണ് ഇവിടെ എത്തിച്ചേരുന്നത് എന്നൊക്കെ അവിടെ ജനകൻ ഇവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ ജനകൻ്റെ ആ പരമ്പരകളെക്കുറിച്ചും ഒക്കെ വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതൊക്കെ കഴിഞ്ഞാണ് ഈ വിവാഹം നടക്കുന്നത്. വിവാഹം വെച്ചാൽ അവരുടെ കൈകളെ പിടിച്ചു കൊടുക്കുന്നു ആര്? ഈ ക്ഷീരധ്വജൻ. ക്ഷീരധ്വജനാണ് ഓരോ ആൾക്കാരുടെയും, കാരണം അദ്ദേഹമാണ് മുതിർന്ന അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് അച്ഛനായിട്ടുള്ള ക്ഷീരധ്വജൻ തന്നെ സീതാദേവിയുടെ കരങ്ങൾ ഈ ശ്രീരാമൻ്റെ കൈകളിലേക്ക് പിടിച്ചു കൊടുത്തുകൊണ്ട് അവരെ ഏൽപ്പിക്കുന്നു. ഈ കർമ്മം നമ്മുടെ വിവാഹത്തിലും നമ്മൾ ഇതേപടിയാണ് നമ്മൾ ചെയ്യാറ്. വിവാഹ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഇതേപോലെയാണ് നമ്മൾ കൈകൾ പിടിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നു. ആ ആചാരം ഇന്നും നിലനിൽക്കുന്നുണ്ട്. അച്ഛനാണ് ആ കൈകൾ പിടിച്ചു കൊടുക്കേണ്ടത് എന്ന് ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണിച്ചു തരുന്നുണ്ട് എന്ന് നോക്കുക. ചില ആൾക്കാർ ഈ ഒരു ഭാഗത്തിനെ കുറിച്ച് വളരെ മോശമായി പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ശൈശവ വിവാഹമാണ് ഇവിടെ നടന്നത് എന്നുള്ളതിനെക്കുറിച്ച്. എന്നാൽ വാൽമീകി രാമായണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ആ അവസരത്തിൽ വിവാഹം കഴിയുന്ന ആ അവസരത്തിൽ ഇവർ ഈ എൻ്റെ സീതാദേവി, ഊർമിള, അതുപോലെ തന്നെ മാണ്ഡവിയും ശ്രുതകീർത്തികളുമായ ആ പുത്രിമാർ ഇവരെല്ലാം തന്നെ ഈ അവസരത്തിൽ വിശ്വാമിത്രൻ എടുത്തു പറയുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരൊക്കെ യൗവനശാലികളാണ് എന്നാണ് പറയുന്നത്. കാരണം യൗവനത്തിലുള്ളവരാണ് എന്നുള്ളത്. ബാലികമാരല്ല അവർ യൗവനശാലികളാണ്, യൗവനശാലികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർ നന്ന ചെറുപ്രായത്തിലല്ല വിവാഹം കഴിച്ചത്, അവർ യൗവനത്തിലേക്ക് എത്തിയതിന് ശേഷമാണ് വിവാഹം നടത്തിയത്. ശൈശവ വിവാഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിൽ വളരെ കൃത്യമായിട്ട് ഇത് വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാമായണം വായിക്കുന്ന സമയത്ത് 2 വശവും നോക്കി വേണം നമ്മൾ വായിക്കാൻ വേണ്ടി. ഏതായാലും ഇവിടെ നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവർ അവിടെ നിന്നും വാദ്യമേള ഘോഷത്തോടു കൂടി അവർ യാത്ര പുറപ്പെടുകയാണ്. അവർ തന്ന സന്നാഹങ്ങൾ വേറെ, ഇവർ കൊണ്ടുവന്ന സന്നാഹങ്ങൾ വേറെ. ഇങ്ങനെ എല്ലാ സന്നാഹത്തോടു കൂടി ഇവർ യാത്ര പുറപ്പെടുമ്പോഴാണ് കുറേ അനർത്ഥങ്ങൾ ഇങ്ങനെ കാണുന്നത്. എന്തോ ദുർനിമിത്തുകൾ, എന്തോ ഒരു വലിയൊരു അപകടം സംഭവിക്കാൻ പോകുന്നുവെന്ന്. കാരണം പണ്ടുകാലങ്ങളിൽ ഈ എന്തെങ്കിലും ഒരു അപകടം വരുന്നുണ്ടെങ്കിൽ ഇന്നും ചില ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും. അപകടം വരുന്നുണ്ടെങ്കിൽ അത് ആ പ്രകൃതിയിൽ നോക്കിയിട്ട് തന്നെ അവർക്കത് പറയാൻ പറ്റും. ജ്യോത്സ്യരത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരുടെ ആ ഒരു കാര്യങ്ങൾ കണ്ടിട്ട് ഓരോ കാഴ്ചപ്പാടിൽ എന്തെങ്കിലും ഒരു നിമിത്തങ്ങൾ കാണുമ്പോൾ ആ നിമിത്തം നോക്കിയിട്ട് അവർ അവിടുത്തെ ലക്ഷണങ്ങൾ പറയും. അപ്പോൾ ആ നിമിഷം ചെല്ലുമ്പോൾ കാർമേഘങ്ങൾ കൊണ്ട് മൂടി എന്നാണ് പറയുന്നത്.
അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അങ്ങനെ നിരവധി ദുർനിമിത്തങ്ങൾ കണ്ട് ഇവരാകെ ചകിരിതരായിരുന്നു എന്നാണ് പറയുന്നത്. ഏതായാലും ഇതിൻ്റെ തുടർന്നുള്ള ഭാഗം നമുക്ക് അടുത്ത ദിവസം നോക്കാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. ഏതായാലും അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.